ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് പോളയാണ്. ക്യാരറ്റ് പോളയൊക്കെ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, എന്നാലും അറിയാത്തവരായി കുറച്ചൊക്കെ പേര് കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ഇതേപോലെ മീഡിയം സൈസ് ഉള്ള ഒരു 3 ക്യാരറ്റാണ് ഒരു പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടത്. പിന്നെ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് 5 മുട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 4 മുട്ട ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വേവിച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വനില എസൻസ്. ഇത് ഓപ്ഷനിലാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ പൊടിയില്ലേ അത് ഇട്ട് കൊടുത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടി ഇട്ട് കൊടുത്താൽ മതി. വാനില എസൻസ് ആണെങ്കിൽ ഒരു 3-4 ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കാം. അത് മുട്ടയുടെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മൈദയുമാണ് എടുത്തിട്ടുള്ളത്. മൈദ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നല്ല ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഒരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു പോള. അപ്പോൾ അത്ര കഴിക്കാൻ അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൈദ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ, അതൊക്കെ ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നല്ല സ്മൂത്ത് ബാറ്ററാക്കിയിട്ട് അടിച്ചെടുക്കുക. ഇനി ഇത് വേറെ പണികളൊന്നുമില്ല. ഗ്യാസ് ഓൺ ചെയ്യുക, സിമ്മിലാക്കി വെക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, നോൺ സ്റ്റിക്ക് പാനിൽ. അപ്പം നിങ്ങൾക്കിത് കുക്കറിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ തന്നെ കിട്ടും. അപ്പോൾ അതാ ഈ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഷ്യൂ ഒക്കെ ഒന്ന് വറുത്തിട്ട് കോരി വെക്കണം. ഇതിൽ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത മുന്തിരിയോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്, നട്ട്സ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാം. അപ്പം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ അടിഭാഗം ഒട്ടും തന്നെ കരിയാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ പഴയ എന്തെങ്കിലും പാത്രമോ അല്ലെങ്കിൽ അടപ്പോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ വേണം ഈ ഒരു നോൺ സ്റ്റിക്ക് പാന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം നമ്മുടെ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ, മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിന് മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള അതുകൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പം അതിന് മുകളിൽ കുറച്ചൊരു വെളുത്ത എള്ളില്ലേ, അതാണിത്. അപ്പം ഇതൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതാ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 20-25 മിനിറ്റോളം എടുക്കുന്നുണ്ട് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതാ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ പോളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്, നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലൊരു പ്ലേറ്റ് ഒന്ന് കമഴ്ത്തി വെച്ചിട്ടൊന്ന് എടുത്താൽ മതി. അപ്പോൾ ഇത് ഒട്ടും തന്നെ നമ്മൾ അടിയിൽ പാത്രമൊക്കെ വെച്ചതുകൊണ്ട് തന്നെ അടിഭാഗമൊന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോളയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടെ സപ്പോർട്ട് കൂടെ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.